നമുക്ക് സമയത്തിന് വിലയില്ലെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. ഐ ഗോട്ട് ടു ടെൽ യു ഓൾ അബൌട്ട് ദിസ് തിങ്. ഞാനൊരു പട്ടാളക്കാരൻ്റെ മകനാണ്. വളരെയധികം സങ്കടത്തോട് കൂടിയിട്ട് ഈ സ്റ്റേജ് വിട്ട് ഞാൻ പോവുകയാണ്. ഇതുപോലുള്ള അനുഭവങ്ങളെല്ലാം എനിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടായത്. നമസ്കാരം. വാഴിച്ചൽ കളിവിളാകം മാരാവിള ദേവീക്ഷേത്രത്തിലെ 2024 കാളിയൂട്ട് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഉത്സവത്തിൻ്റെ 2ാം ദിവസം വൈകുന്നേരം 6 മണിക്ക് വിജയത്തിൻ്റെ ജീവിത വഴികൾ എന്ന പേരിൽ ഒരു സെമിനാർ ക്ഷേത്ര ട്രസ്റ്റ് കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് തൊഴിൽ അന്വേഷകർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനായി എത്തിയത് പ്രശസ്ത സിനിമാ നടനും സംവിധായകനും അതിലുപരി പട്ടാളത്തിൽ ഉന്നത പദവി വഹിച്ചിരുന്നയാളുമായ ശ്രീമാൻ മേജർ രവിയായിരുന്നു. എന്നാൽ സെമിനാർ തുടങ്ങി അല്പം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പ്രസംഗം നിർത്തി സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയി. കാരണം എന്താണെന്ന് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. അദ്ദേഹം കാണിച്ചത് ശരിയോ തെറ്റോ? വീഡിയോ കണ്ടിട്ട് ഈ ഒരു സംഭവത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനും ഞാൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. സാറിന് ഒരുപാട് അത്യാവശ്യങ്ങളുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടും ഒരുപാട് ദീർഘിപ്പിക്കാതെ നമ്മുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സമയം എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു കാരിയർ ഗൈഡൻസ് എന്നുള്ളൊരു സംഭവത്തിലാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഈ കാരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമയത്തിന് വിലയില്ലെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. ഒരാൾ എന്തെങ്കിലും കാരണവശാൽ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ബാധിക്കുന്നത് പലരെയുമാണ്. ഞാൻ കറക്റ്റ് സമയത്ത് എത്തി, അല്ലെങ്കിൽ ഞാൻ എത്തിയില്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ കാത്തിരിക്കുന്നു. 5 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാൽ ഈ 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന സംഭവം ലേറ്റായി കഴിഞ്ഞാൽ ഒരു മഴ വന്നു, എല്ലാവരും കൂടെ എഴുന്നേറ്റ് പോകും. സോ ഈ സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം കൃത്യനിഷ്ഠത എന്നൊക്കെ പറയുന്നത് നമ്മൾ വലിയ വലിയ നേതാക്കളെ കാണുന്ന സമയത്ത് അത് മനസ്സിലാക്കേണ്ടതാണ്. പല നേതാക്കൾക്കും അത് ഫോളോ ചെയ്യാൻ പറ്റില്ലായിരിക്കും, കാരണം അത് കമ്മിറ്റ്മെൻ്റ് ഇല്ല. പക്ഷെ അങ്ങനെ കമ്മിറ്റ്മെൻറ്റുകൾ ചെയ്യാതിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഞാൻ ആക്ച്വലി അഡ്രസ്സ് ചെയ്യേണ്ടത് ഇവിടുത്തെ ചെറുപ്പക്കാരെയാണ്. കാരിയർ എങ്ങനെ ബിൽഡപ്പ് ചെയ്യണം, ജീവിതത്തിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇതൊരു പ്രോഗ്രാമായിട്ട് കൊമേഴ്ഷ്യലായിട്ട് വന്നിട്ടുള്ള ആളല്ല. ഓക്കെ, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഇവിടെ നേരത്തെ സംഘാടകർ പറഞ്ഞു പരിപാടി തുടങ്ങിയിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ വരുള്ളൂ എന്നുള്ളത്. അത് നല്ല എക്സ്ക്യൂസാണ്. ഞാൻ നേരെ പഠിച്ച് രാത്രി 12 മണിക്ക് വന്നിരുന്നെങ്കിൽ ആ സമയത്ത് ആളുകൾ വരില്ല. സോ ഡോണ്ട് ടേക്ക്, നമ്മൾ ഒരിക്കലും സമയത്തിന് വില കൊടുക്കാതിരിക്കരുത്. ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. കാരണം മറ്റുള്ളവരുടെ സമയവും വളരെ വിലപിടിപ്പുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് 6:45 പരിപാടി കഴിഞ്ഞിട്ട് അവിടെ എത്താമെന്ന് പറഞ്ഞ് ഞാൻ 7:30 ഞാൻ അവിടെ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 7:30 വേണ്ട, 8:30 മതി എന്ന് പറഞ്ഞു. കാരണം ആ ആളെ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങേണ്ടത്. കുറച്ച് വിഷമിക്കുന്ന കാര്യമാണ്. പക്ഷേ ഐ ഗോട്ട് ടു ടെൽ യു ഓൾ അബൌട്ട് ദിസ് തിങ്. ഞാനൊരു പട്ടാളക്കാരൻ്റെ മകനാണ്. പട്ടാളച്ചിട്ടയിൽ വളർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വളർന്നിട്ടില്ല. ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ വളർന്ന് വികൃതിയായി നടന്നിരുന്നൊരു കുട്ടി 9ലും 10ലും ഒക്കെ തോറ്റ് നാട് വിട്ട് ഓടിപ്പോയിട്ട് ഈ ലെവലിൽ എത്താൻ സാധിച്ചെങ്കിൽ എവിടെയോ ഞാൻ ഈ സമയത്തിന് വില കൊടുത്ത് അതിൻ്റെതായിട്ടുള്ള കൃത്യനിഷ്ഠയും ആ ഡിസിപ്ലിൻ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളോട് പറയുക,
സമയം എന്നുള്ളത് വളരെയധികം വിലപിടിപ്പുള്ളതാണ്. ഇന്ന് നിങ്ങൾക്ക് പ്രാരാബ്ദങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. ഇവിടുത്തെ അച്ഛന്മാർക്ക് ജീവിതത്തിൻ്റെ രണ്ട് എൻഡുകളും മുട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രാരാബ്ദമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാർ വീടിനെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ നടക്കും. ഒരിക്കലും സമയമില്ല, എനിക്ക് ഉറങ്ങാൻ സമയമില്ല, എനിക്ക് കളിക്കാൻ സമയമില്ല, എന്തിനും സമയമില്ല എന്നൊരിക്കലും പറയരുത്. എല്ലാറ്റിനും സമയമുണ്ടാവും. ഞാൻ പട്ടാളത്തിൽ പോയിട്ടാണ് ഈ വിദ്യാഭ്യാസം മുഴുവൻ അച്ചീവ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ? പട്ടാളത്തിൻ്റെ സമയം എന്ന് പറയുന്നത് കാലത്ത് 5 മണി തൊട്ട് രാത്രി 10 മണി വരേക്ക് അവർ നിങ്ങൾക്ക് ഒരു പരിപാടിയും ചെയ്യാൻ സമ്മതിക്കില്ല. പട്ടാളത്തിൻ്റെ പണിയായിരിക്കും. ഉച്ചയ്ക്ക് പോലും റെസ്റ്റ് ഇല്ല. അപ്പം ഞാൻ എങ്ങനെ പഠിക്കും? ഈ 10 മണി കഴിഞ്ഞിട്ട് രാത്രി കാലത്ത് 5 മണി വരേക്കുള്ളത് എൻ്റെ സമയമാണ്. യെസ്, നിങ്ങൾ ടയർഡായിരിക്കും. പക്ഷേ ഈ ടയർഡ്നെസ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണെന്ന് അറിയും? നമ്മുടെ മനസ്സാണ് പറയുന്നത്. ഈ ശരീരത്തിന് അതിനുള്ളൊരു കഴിവുണ്ട്. എന്താണെന്ന് നമ്മൾ മാനസികമായിട്ട് ചിന്തിക്കാത്തിടത്തോളം കാലം നമ്മൾ ടയർഡ് ആവുന്നില്ല. നമ്മളൊക്കെ വിചാരിക്കാം, ഓ ഞാൻ ക്ഷീണിച്ചു പോയി, അപ്പോൾ നമുക്ക് ക്ഷീണം തോന്നുകയാണ്. നേരെ മറിച്ച് ക്ഷീണമില്ല, ഞാൻ ഓരോന്നിനും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് രാത്രി 10 മണിക്ക് ഞാൻ ബുക്ക് എടുത്തുകൊണ്ട് പുറത്തു പോയിരുന്നു പഠിക്കാൻ തുടങ്ങും. നാട്ടിലിവിടെ അച്ഛനും അമ്മയും നല്ലപോലെ ചാപ്പാടും തന്ന് നോക്കിയിരുന്ന സമയത്ത് പഠിച്ചില്ല. അതിൻ്റെതായിരുന്നു ഈ കഷ്ടപ്പാട് അപ്പുറത്ത് എടുക്കേണ്ടി വന്നത്. 10 മണിക്ക് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ 5 മണി വരേക്ക് എനിക്ക് പ്രശ്നമില്ല. നമ്മുടെ സമയമാണത്. ആ സമയത്തിരുന്ന് പഠിച്ച് നേടേണ്ടതൊക്കെ നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സാണത്. അതുകൊണ്ട് ഒരിക്കലും പറയരുത് എനിക്ക് സമയമില്ല എന്നുള്ളത്. 24 മണിക്കൂർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ സമയമാണത്. ചിലപ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ലായിരിക്കും. ചെറുപ്രായത്തിൽ ഈ ഉറക്കത്തൊന്നും വലിയ എന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. നിങ്ങൾ അടിച്ചു പൊളിച്ച് നടക്കാമെന്ന് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ ആ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്ത് കാരിയറിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്കും അഭിമാനിക്കാവുന്ന ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിലാക്കും. ഇല്ലെങ്കിൽ ഇവർ ഷോർട്ട് കട്ട് അടിക്കാൻ തുടങ്ങും. എങ്ങനെയാണ്? ഒരു 2 പൊതി കഞ്ചാവ് എടുത്തിട്ട് വേറെ വല്ലതും കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ കഠിനമായിട്ട് അധ്വാനിച്ച് കിട്ടുന്ന 600 രൂപയേക്കാൾ ഈസി ആയിട്ട് 1000 രൂപയുടെ ഒരു കഞ്ചാവ് പൊതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ അതിനുശേഷം ജന്മം തന്ന അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരുടെ മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കണം ഇവനെ ജാമ്യത്തിലിറക്കാൻ. അങ്ങനെയല്ല നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത്. എന്നും ആ കുട്ടികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യം എന്താണ്? എൻ്റെ അച്ഛനും അമ്മയും ഈ സമൂഹത്തിന് മുന്നിൽ ഞാൻ കാരണം തല കുനിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. അത് വെറും അച്ഛനമ്മമാർ മാത്രം തീരുമാനിച്ചാൽ പോരാ, സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷന്മാരും. പക്ഷെ ഇന്നെന്താ സംഭവിക്കുന്നത്? സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷന്മാരെ പോലും ടീച്ചർമാരെ പോലും സ്കൂളിൽ പോയി അവരുടെ കഴുത്തിന് പിടിച്ച് അടിക്കുന്ന ഒരു സംസ്കാരം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ കുട്ടികളെ നമ്മൾ കറക്റ്റ് വഴിയിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പരിശ്രമിച്ചാലേ സാധിക്കുള്ളൂ. ഇന്ന് രാജ്യത്തിൻ്റെ ശത്രു ബോർഡറിലല്ല, രാജ്യത്തിൻ്റെ ശത്രു ഓൾറെഡി ഇങ്ങോട്ട് കയറി കഴിഞ്ഞിരിക്കുന്നു. അവർ നോക്കുമ്പോൾ ബോർഡറിൽ യുദ്ധം ചെയ്ത് ഇന്ത്യയെ ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയാവുമ്പോൾ ഇതിനകത്തോട്ട് വന്ന് ഇവിടെ വളർന്നു വരുന്ന ഈ ചെറുപ്പക്കാരെ എങ്ങനെ നശിപ്പിക്കാം? ബെസ്റ്റ് ഡ്രഗ്സ് എടുപ്പിച്ചുകൊണ്ട് അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർത്തുക. ഒരു രാജ്യം തകർന്നു പോകും. അങ്ങനെ തകർന്നു പോവാതിരിക്കണമെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരും അധ്യാപകരും ഈ സമൂഹവും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഇവരോട് ചേർത്ത് നിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു കുട്ടി തെറ്റിപ്പോവും. നമ്മൾ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ പലയിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എങ്ങനെയാണ് സമുദായം ഏത് വഴിക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അന്തം വിട്ടു പോവാണ്. അത് ഇന്നിപ്പോൾ കുട്ടികൾ എല്ലാവരും നമ്മൾ വിചാരിക്കും ആൺകുട്ടികൾ മാത്രമേ വഴിതെറ്റിപ്പോവുള്ളൂ. ഇന്നല്ല, ഇന്ന് പെൺകുട്ടികളാണ് ഈസി ടാർഗറ്റ്സ്. വളർന്നു വരുന്ന കുട്ടികളെ ഞാൻ ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഒരു പ്രാവശ്യം വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തൃശ്ശൂർ ഒല്ലൂർ റോഡിലോട്ട് എടുത്ത് വെച്ചിരുന്നുകൊണ്ട് ഈ കുട്ടിയെ വെളിയിലോട്ട് കൊണ്ടുപോവാണ്. സോ ഇതൊക്കെയാണെന്ന് സമൂഹത്തിൽ നടക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പാരൻസ് കുട്ടികളുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ ലെവല് വളരെയധികം ഗ്യാപ്പ് വന്നിരിക്കുന്നു. അതിൽ ഞാൻ അമ്മമാരെയും കുറ്റം പറയും. അച്ഛന്മാർ പിന്നെ പ്രാരാബ്ധമായിട്ട് നടക്കുന്നവന്മാർ. അമ്മമാർ വീട്ടിൽ നിങ്ങൾ ഒരു കുട്ടി വീട്ടിലോട്ട് വരുന്ന സമയത്ത് എന്തുകൊണ്ട് ആ കുട്ടിയുടെ ഭാവവ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നില്ല? എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കാരണം എനിക്ക് സമയമില്ല, എല്ലാവർക്കും സമയമില്ല. എവിടെ പോയി ഈ സമയങ്ങളെല്ലാം? നമുക്ക് പണ്ട് കാലത്ത് കുറേ സമയമുണ്ടായിരുന്നു.
ഇന്ന് സമയമില്ലാത്ത എന്തുകൊണ്ട്? ഒരു പ്രാവശ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബിനകത്തോട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കണക്ഷനായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോള് വീട്ടിൽ കയറി വരുന്ന സമയത്ത് അവളെ കണ്ണ് ചുവന്നിട്ടുള്ള നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം അന്ന് അവളെ ആരോ ഒരു ഡ്രഗ് നാക്കിൽ തൊടിയിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നില്ല. അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അവൾക്കത് യൂസ്ഡ് ആയി. അപ്പോഴത്തേക്കും നമ്മുടെ കൈവിട്ടുപോയി. ഈ അമ്മയ്ക്കിത് ചോദിക്കാനോ അച്ഛനോട് പറയാനോ ഉള്ള ധാരണ പോയി. ഇവിടെ നമ്മുടെ കുട്ടികൾ പോവാണ് വേറെ വഴിക്ക്. ഇതിനാണ് ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല, ഒന്ന് ഉണർത്തുകയാണ്. ഈ സമൂഹത്തിൽ നമ്മുടെ ഈ ചെറുപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ, അവരെ ഇനിയെങ്കിലും നമ്മൾ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ, നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം. എപ്പോൾ പോയാലും ആരുടെ റോട്ടിൽ കൂടെ പോകുന്ന സമയത്തൊക്കെ ചില സമയത്ത് നമുക്കിങ്ങനെ ഇത് കാതിലുണ്ട്, ഇതും വെച്ച് ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നു, ചിലത് മോട്ടോർ ബൈക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതില്ലെങ്കിൽ ജീവിതം ഇല്ലാതായി പോയിരിക്കുന്ന ഒരു കാലമായിട്ട് മാറുകയാണ്. ഇതിലെന്താണ് പറ്റുന്നത്? ബിക്കോസ് ഇത് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതിരിക്കുന്നതാണ്. അതുകൊണ്ടാണ്. സോ എല്ലാവരോടും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരിയർ ഗൈഡൻസ് എന്നും പറഞ്ഞിട്ട് എവിടുന്നാടോ ഇതൊക്കെ. വളരെയധികം സങ്കടത്തോട് കൂടിയിട്ട് ഈ സ്റ്റേജ് വിട്ട് ഞാൻ പോവുകയാണ്. നല്ലൊരു കാര്യത്തിന് വന്നതാണ്. ഇതുപോലുള്ള അനുഭവങ്ങളെല്ലാം എനിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. സോറി ടു സേ ദാറ്റ്. നിങ്ങളോട് ആരോടും എനിക്ക് വിരോധമോ പരിഭവമോ ഒന്നുമില്ല. പക്ഷെ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയി പോയിരിക്കുന്നു. സോറി. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ജയ് ഹിന്ദ്. ശ്രീമാൻ മേജർ രവി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കവേ മദ്യപിച്ചു ലക്കുകെട്ട ഒരു ചെറുപ്പക്കാരൻ സ്റ്റേജിൻ്റെ പുറകുവശത്തുകൂടി സ്റ്റേജിൻ്റെ മുന്നിലേക്ക് വരികയും അദ്ദേഹത്തിന് സമീപം സ്റ്റേജിന് വെളിയിൽ വന്നു നിന്ന് മോശം ഭാഷയിൽ 1-2 വാക്ക് പറയുകയും ചെയ്യുകയുണ്ടായി. ക്യാമറ പ്രസംഗിക്കുന്നയാളിൻ്റെ മുഖത്തേക്ക് ഫോക്കസ് ചെയ്തിരുന്നതിനാൽ വന്നയാളിനെ കാണാനോ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാനോ സാധിച്ചതുമില്ല. ഇത് കമ്മിറ്റിക്കാർ കണ്ടയുടനെ മദ്യപാനിയെ അവിടെ നിന്നും മാറ്റുകയും ചെയ്തു. എന്നാൽ മേജർ രവി പ്രസംഗം മതിയാക്കുകയായിരുന്നു. പ്രസംഗം അവസാനിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം അടുത്ത വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്.